ഡോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നാരും പഠിപ്പിക്കാൻ പറഞ്ഞ. എന്ന് മുതലടാ എനിക്ക് സ്വന്തം ഭാര്യ മോളെ വേണ്ടതായത്? എന്താ പ്രശ്നം? ഇവളെന്തായി കാണിച്ചു വെച്ചേക്കുന്നത് അമ്മ കണ്ടോ? എന്താണ് ഇതില്? ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ നിനക്കിത് ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? കാര്യം എന്താന്ന് പറയടാ. നമ്മൾ ആരും അറിയാതെ ഇവള് സന്ദീപിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, ചതിച്ചോ? അമൃത ഒപ്പിട്ട് തിരിച്ചയച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞ ഇവളുമായിട്ടുള്ള വിവാഹബന്ധം ഒഴിയാൻ അവന് സമ്മതമാണെന്ന്. നിങ്ങളൂടെ അറിഞ്ഞോണ്ടാണോ ഇവളി തോന്നിയ ദിവസം കാണിച്ചത്? ഇല്ല ഏട്ടാ, ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടാ എന്നോട് പറഞ്ഞത്. എന്തോർത്തോണ്ടാ നീ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? നിനക്കെന്താ അതിരെ ഭ്രാന്ത് പിടിച്ചോ? എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാ ഏട്ടാ. തോന്നിവാസം കാണിച്ചിട്ട് നിന്ന് കരയുന്നോടെ ഒരുമ്പട്ടോളെ. അമ്മേ, ചോദിക്കാനും പറയാൻ ഇവിടെ ആരുമില്ലാന്ന് വിചാരിച്ചോ? നിന്റെ പെറ്റ തള്ളിയാണ് ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? നിന്നെ മോങ്ങാതെ ചോദിച്ചതിന് ഉത്തരം പറയടി അസത്തെ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ മാത്രം നീ വളർന്നോ? നിന്നെ ഞാൻ കൊല്ലുവിടി. എന്താണ് നീ കാണിക്കുന്നത്? ആണോ നിന്റെ തോന്നിയസത്തിൽ ഓരോന്ന് ചെയ്ത് കൂട്ടിട്ട് ഞാനിവിടെ കൊല്ലു. മോളെ, ഇങ്ങനെ വാശിക്ക് എറിഞ്ഞുടച്ച് കളയാനുള്ളതാണോ ജീവിതം? ജീവിതത്തിന് നീ അത്രമാത്രം വില കൽപ്പിച്ചിട്ടുള്ളോ? ഇപ്പോ അവൻ നമ്മളുമായി ശത്രുതയില്ല, നമ്മുടെ ശത്രുവിന്റെ കൂടെ. പക്ഷേ അവൻ നിന്റെ കുഞ്ഞിന്റെ അച്ഛനാ, നിന്റെ ഭർത്താവാ. എന്നെ അവന് വേണ്ട. അതുകൊണ്ടാണല്ലോ ഇത്ര എളുപ്പം ഡിവോഴ്സിന് സമ്മതിച്ചത്. അവൻ ചെന്നെത്തിയിരിക്കുന്നത് ഒരു നല്ല താവളത്തിലല്ല. അതവൻ തിരിച്ചറിയും. അവസാനം അവന് നിന്റെ കുഞ്ഞിന്റെ അടുത്ത് വന്നേ പറ്റൂ. എന്തായാലും വല്ലാത്തൊരു എടുത്തുചാട്ട് വായ്പ യാതൊരു നീ കാണിച്ചത്. ഇതിപ്പോ കേറാനിരുന്ന് കൊരകരെ ഏണ് വെച്ച് കൊടുത്ത പോലെ ആയില്ലേ ഈ വക്കീൽ നോട്ടീസ്? കിട്ടിയ അവസരം സന്ദീപ് മുതലാക്കുകയും ചെയ്തു. എന്നെ മോളെ നഷ്ടപ്പെടുമെന്ന് വരുമ്പോഴെങ്കിലും സന്ദീപ് തിരിച്ചു വരാമെന്നാ ഞാൻ കരുതിയത്. എന്റെ ആ പ്രതീക്ഷയും തകർന്നു. അവനിത് ഒപ്പിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മ. എന്നിട്ടിപ്പോ എന്തായി? സ്വപ്നത്തിലല്ല, അവനിപ്പോ നേരിട്ട് ഒപ്പിട്ട് അയച്ചിരിക്കല്ലേ അല്ലേ? ആ കുഞ്ഞിന്റെ മുഖം പോലും അവൻ ഓർത്തില്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ രണ്ടു മക്കളുടെ ജീവിതം എങ്ങനെയായല്ലോ. ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? സന്ദീപ് അങ്ങനെ ഇവരെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അവരായിരിക്കും. എന്റെ ചേച്ചി സന്ദീപിനെ കൊണ്ടേ അവര് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോ അവൻ ഒപ്പിട്ടയച്ച സ്ഥിതിക്ക് കോടതി അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പറ്റിപ്പോയി സച്ചേട്ടാ, പറ്റിപ്പോയി.
എന്നെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. ബുദ്ധിയും ബോധമില്ലാതെ നീ ഒരു വിവരക്കേട് കാണിച്ചു. പക്ഷെ നിന്നോടും കുഞ്ഞിനോടും ഈ ഒരു ഒപ്പിന്റെ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊന്ന് അറിയണം. അതെന്തായാലും നന്നായി സാറേ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. എടോ, എല്ലാരും കൂടെ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെയൊന്നും ഞാൻ പേടിക്കില്ല. അവളുടെ ഒരു ഡിവോഴ്സ് നോട്ടീസ്. സാറിന്റെ ഭാര്യ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അല്ല സാറേ, ഇത് അവരെല്ലാം കൂടി മനഃപൂർവ്വം പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ഡോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നാരും പഠിപ്പിക്കാൻ വരണ്ട. എന്ന് മുതലാടാ എനിക്ക് സ്വന്തം ഭാര്യ മോളെ വേണ്ടതായത്? പറയണം. ഇത് ഞങ്ങൾ ഏട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നമാ. അതിന്റെ ഇടയിൽ കയറി വന്ന് ഉണ്ടാക്കാൻ നിന്നാലേ ചവിട്ടി കൊല്ലി ഞാൻ. എന്ന് പറയണം, നിനക്ക് ഞങ്ങളൊക്കെ അന്യരായി തുടങ്ങിയത്? ആ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടയക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? മര്യാദകേട് കാണിച്ചിട്ട് നിന്ന് കുറയ്ക്കുന്നോടാ. പിന്നെ ആരുടെ വാക്ക് കേട്ട നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതിന് നീ അനുഭവിക്കും. അവളെ കൂടെ നോട്ടീസ് അയപ്പിച്ചത് ആരാ? നീയല്ലേ?